നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വിഷുഫലത്തെക്കുറിച്ചാണ്. എന്താണ് വിഷുഫലം, എന്താണ് വിഷു എന്നുള്ളത് മനസ്സിലാക്കുക. ഓരോ നക്ഷത്രക്കാർക്കും ദോഷമെന്നും ഓരോ നക്ഷത്രക്കാർക്കും നല്ലതെന്നും പല ജ്യോതിഷികളും പ്രവചിച്ച് കഴിഞ്ഞു. ഞാൻ എല്ലാം കഴിയട്ടെ, നിങ്ങളെല്ലാവരും അതെല്ലാം കണ്ട് ഉത്കണ്ഠപ്പെട്ടവരുണ്ട്. അതായത് ഒരുപാട് പേർക്ക് ദോഷം പറയുന്നതും ഒരുപാട് പേർക്ക് നല്ലത് പറയുന്നതും കാണുന്നുണ്ട്. എന്താണ് വിഷു എന്നുള്ളത് മനസ്സിലാക്കുക. സൂര്യൻ ഒരു രാശിയിൽ നിന്ന് ഒരു രാശിയിലേക്ക് സംക്രമിക്കുന്നു. അതായത് മീനൻ രാശിയിൽ നിന്ന് മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ് വിഷു എന്ന് നമ്മൾ ആചരിക്കുന്നത്. അതായത് നമുക്ക് മലയാളികൾക്ക് അല്ലെങ്കിൽ രാശിചക്രത്തിൻ്റെ ആരംഭമാണ് മേടൻ രാശി. പക്ഷെ മലയാളികൾക്ക് വർഷപ്പിറപ്പ് എന്ന് പറയുന്നത് ചിങ്ങമാണ്, മലയാള വർഷപ്പിറപ്പ്. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങൾക്ക്, തമിഴ്നാട്ടിലൊക്കെ ചിത്തിര വർഷപ്പിറപ്പ് എന്നാണ് പറയുന്നത്, ചിത്തിര മാസം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സംക്രമം, സൂര്യസംക്രമണത്തിനെയാണ് ഈ വിഷുവായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് ആചരിക്കുന്നത്. അപ്പോഴൊരു കാര്യം ശ്രദ്ധിക്കുക, എല്ലാ മാസത്തിലും സൂര്യൻ ഒരു രാശിയിൽ നിന്ന് ഒരു രാശിയിലേക്ക് സംക്രമിക്കുന്നുണ്ട്. ആ സമയത്തും ഒക്കെ ഓരോ നക്ഷത്ര മേഖലയിൽ കൂടി തന്നെയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. ഇന്ന നക്ഷത്രങ്ങൾക്ക് ഇന്ന ദോഷം എന്ന് പറയാൻ ആ സൂര്യൻ്റെ സംക്രമണം ഉപയോഗപ്പെടുത്തുന്നത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. പഴയ ഒരു കാലഘട്ടത്തിൽ തന്നെ പണ്ട് മുതലേ കാണുന്നുണ്ട് വിഷുബലം പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അതെങ്ങനെ ഇല്ലാന്ന് പറയാൻ പറ്റും എന്ന് വിചാരിക്കരുത്. ഓരോ ഗ്രഹങ്ങൾ രാശി മാറുമ്പോഴും ഓരോ വർഷം ഇപ്പൊ വ്യാഴം രാശി മാറുന്നു അടുത്ത മാസം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ വിഷുഫലത്തിൽ ഇന്ന നക്ഷത്രങ്ങൾക്ക് ദോഷം, അതായത് മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രങ്ങൾക്ക് ദോഷം എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ നിന്നും അടുത്ത വ്യാഴത്തിന്റെ രാശിമാറ്റം വരുമ്പം ഇന്ന നക്ഷത്രങ്ങൾക്ക് നല്ലത് എന്ന് പറയുന്ന ഒരു അവസ്ഥ കാണും. അപ്പൊ ഇത് രണ്ടും കൂടെ മിക്സഡ് ആയിട്ട് നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, ഏതൊരു രാശി മാറുന്നതും ഏതൊരു ഗ്രഹം രാശി മാറുന്നതും സൂര്യന്റെ സംക്രമണവും എല്ലാം നമുക്ക് ഓരോ കൂറുകളുടെ അടിസ്ഥാനപ്പെടുത്തി ഫലം പറയുന്നതിനകത്ത് ഒരു അർത്ഥവുമില്ല. യഥാർത്ഥത്തിൽ അവരവരുടെ നക്ഷത്രം അല്ല ഫലം. ഓരോ നക്ഷത്രത്തിന്റെ ഫലം അനുസരിച്ച് നിങ്ങൾ ആരും വിഷുഫലത്തിന്റെ പിന്നാലെ പോകരുത്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ലഗ്നം ഏതാണോ ആ ലഗ്നത്തിന്റെ ഏത് ഭാവത്തിൽ കൂടിയാണ് ഓരോ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത്, അതിൻ്റെ അവസ്ഥകൾ തന്നെയാണ് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ളത്. മേടലഗ്നക്കാർക്ക് മേടൻ രാശിയിലേക്ക് മേട ലഗ്നത്തിലേക്ക് സൂര്യൻ വരുന്നു, ഉച്ചനായിട്ട് വരുന്നു. മേടലഗ്നക്കാർക്ക് ഏറ്റവും നല്ല സമയത്ത് വരുന്നു, സാഹചര്യത്തിൽ വരുന്നു എന്ന് തന്നെയാണ്. പിന്നെ ഇടവലഗ്നക്കാർക്ക് സൂര്യൻ ലഗ്നത്തിൽ വരുമ്പോഴും നാലാം ഭാവാധിപൻ ലഗ്നത്തിൽ വരുന്നു. അങ്ങനെ ഓരോ ഭാവാധിപത്യം കൊണ്ട് നമുക്ക് വിലയിരുത്താൻ ലഗ്നം അനുസരിച്ച് ഓരോരുത്തർ ജനിച്ച സമയം അനുസരിച്ച് അതിനെ കണക്കാക്കണം. അല്ലാതെ ഓരോ നക്ഷത്രങ്ങൾക്ക് ദോഷം, മകേരം, തിരുവാതിര, പുണർദം നക്ഷത്രത്തിന് ദോഷം, അടുത്ത നക്ഷത്രങ്ങൾക്ക് നല്ലത്, അടുത്ത നക്ഷത്രങ്ങൾക്ക് ദോഷം, ഇത് ലോജിക് ഇല്ലാത്ത ഒരു കാര്യമാണ്. നിങ്ങൾ ആ വിഷുഫലത്തിന്റെ പിന്നാലെ പോയി വഞ്ചിതരാകാതിരിക്കുക. ഓരോ പോസ്റ്റുകളും അവരവരുടെ ഇപ്പൊ ലോട്ടറി അടിക്കുമെന്ന് പറയുന്നതും കീർത്തി പ്രശസ്തി കിട്ടുന്ന നക്ഷത്രങ്ങൾ, വിദേശത്ത് പോകാൻ യോഗമുള്ള നക്ഷത്രങ്ങൾ, അതേപോലെ ജോലി കിട്ടാൻ അനുഭവമുള്ള നക്ഷത്രങ്ങൾ, ധനലാഭം ഉണ്ടാകാനുള്ള നക്ഷത്രങ്ങൾ, അതേപോലെ നിധി ലഭിക്കാനുള്ള നക്ഷത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടുമ്പോൾ അതിൻ്റെ പിന്നാലെ നിങ്ങൾ പോവുകയാണ്. എല്ലാവർക്കും നിധി കിട്ടുമോ എന്നുള്ളതും, ആ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് എല്ലാവർക്കും നിധി കിട്ടുമോ, അല്ലെങ്കിൽ ഇന്ന നക്ഷത്രക്കാർക്ക് ദുഃഖാവസ്ഥ, രോഗം, മരണം എന്നൊക്കെ പറഞ്ഞ് ഇടുമ്പോൾ ആ നക്ഷത്രത്തിൽ ജനിച്ച കോടാനി പേർ ജനങ്ങൾക്കും ഒരേ ഫലം വരുമോ? അതേപോലെ 5 വയസ്സുള്ള നക്ഷത്രക്കാരും കാണും, 10 വയസ്സുള്ള നക്ഷത്രക്കാർ കാണും, 50 വയസ്സുള്ള നക്ഷത്രക്കാർ കാണും. ഇവർക്കെല്ലാം ഒരു ഫലമായിരിക്കുമോ? അതേപോലെ ദശാനാഥന്മാരുടെ ഫലങ്ങൾക്ക് അനുഭവമില്ലേ?
ഓരോരുത്തരും ജനിച്ചവർ, ഓരോ നക്ഷത്രത്തിലും ജനിച്ചവർക്ക് ഓരോ ദശാകാലങ്ങളായിരിക്കും നടക്കുന്നത്. ആ ദശാകാലങ്ങൾക്ക് ഫലമില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുക. നമ്മൾ വിശേഷ ബുദ്ധി ഉപയോഗിക്കുക. നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിക്കാതെ നമ്മൾ ഒരു പക്ഷേ നമ്മൾ ഏറ്റവും PhD ഒക്കെ എടുത്തിട്ട് ഇരിക്കുന്ന വലിയ വിദ്യാസമ്പന്നരായിട്ടിരിക്കുന്ന ആൾക്കാർ പോലും ഒരു പക്ഷേ 10ാം ക്ലാസ്സും കഴിഞ്ഞ് കുറച്ച് അല്പജ്യോതിഷവുമായിട്ട് ഇരിക്കുന്ന ജ്യോതിഷികൾ പറയുന്നത് കേട്ട് വഞ്ചിതരായി നമ്മൾ അവരുടെ മുമ്പിൽ മുട്ടുകുത്തുന്ന ഒരവസ്ഥ, അതേപോലെ മാനസിക പ്രയാസം അടഞ്ഞ് അതുപോലെ വഞ്ചിതരാകുന്ന ഒരവസ്ഥ കണ്ടുവരുന്നു. നിങ്ങൾ ആ ഒരു തരത്തിലേക്ക് തരം താഴരുത്. എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു തരത്തിലാണ് ഞാൻ ഈ പോസ്റ്റുകളെല്ലാം ഇടുന്നത്. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് ജ്യോതിശാസ്ത്രത്തിനെ വളച്ചൊടിക്കാനുള്ളതല്ല, ഒരാളിനെയും ദ്രോഹിക്കാനും അതേപോലെ ദുഷ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുമല്ല. ഇന്ന ആളിന് മരണം സംഭവിക്കും, നിങ്ങൾക്ക് ആക്സിഡന്റ് സംഭവിക്കും, നിങ്ങൾ കല്യാണം കഴിച്ചാൽ ഇങ്ങനെ സംഭവിക്കും, നിങ്ങൾ അടിച്ചു പിരിയും, അങ്ങനെ അടിച്ചു പിരിയുന്ന നക്ഷത്രങ്ങൾ, ഇങ്ങനെ ഒരു നക്ഷത്രമില്ല. ഒരു നക്ഷത്രങ്ങളും ഫലം ചെയ്യുന്നില്ല. ഓരോ നക്ഷത്രത്തിനെയും സ്വാധീനിക്കുന്ന പല ഗ്രഹങ്ങളുടെ സ്വാധീനമനുസരിച്ച് ആ നക്ഷത്രങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഒരു ചോദ്യമല്ല മറ്റൊരു ചോദ്യം. നമ്മൾ പണ്ട് തന്നെ ഒരു പഴഞ്ചൊല്ല് ഉണ്ടല്ലോ, അടിയനും ചോദി തമ്പ്രാനും ചോദി എന്ന് പറയുന്നത് ചിന്തിക്കുക നിങ്ങൾ. അതാണ് വേണ്ടുന്നത്. ഒരു കാരണവശാലും വിഷുബലം, ഒരു സൂര്യൻ ഒരു രാശിയിൽ നിന്ന് ഒരു രാശിയിലേക്ക് സംക്രമിക്കുന്നു. അത് പ്രത്യേകിച്ച് മേടൻ രാശിയിൽ, മേടത്തില് സൂര്യന് ഏറെ ബലമുള്ള ഉച്ചനാകുന്ന രാശി എന്നുള്ളൊരു പ്രത്യേകത മാത്രമാണ്. അത് കാരണം ആ ഇന്ന നക്ഷത്രങ്ങൾക്ക് ദോഷം എന്ന് പറയുന്നതും ഇന്ന നക്ഷത്രങ്ങൾക്ക് ഗുണം എന്ന് പറയുന്നതും തെറ്റാണ്. ഇതിനോടൊപ്പം തന്നെ അടുത്ത മെയ് മാസത്തിൽ വ്യാഴം രാശി മാറുമ്പോൾ, ഈ ഏപ്രിൽ 15 കഴിയുമ്പോൾ മെയ് 1-ാം തീയതി വ്യാഴം രാശി മാറുന്നു. അതിന്റെ ഫലവും ഇതിന്റെ ഫലവും കൂടി മിക്സ് ചെയ്ത് നോക്കുക. നല്ലതെന്ന് പറഞ്ഞവർക്ക് ചീത്തയെന്ന് വ്യാഴം രാശി മാറുന്നതിനെ പറയേണ്ട അവസ്ഥ വരും. അതേപോലെ ദോഷം എന്ന് പറഞ്ഞവർക്ക്, വിഷുഫലം ദോഷം എന്ന് പറഞ്ഞവർക്ക് വ്യാഴം രാശി മാറുന്നതിന്റെ ഫലത്തിൽ നല്ലതെന്ന് പറയേണ്ടി വരും. ഇതേ ജ്യോത്സ്യന്മാർ തന്നെ ആ ഫലവും പറയുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പൊ യഥാർത്ഥത്തിൽ വിഷുഫലം എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതല്ല. സൂര്യനാണ് ഒരു രാശിയിൽ നിന്ന് ഒരു രാശിയിലേക്ക് സംക്രമിക്കുന്നത്. അത് എല്ലാ മാസവും ഈ സംക്രമമുണ്ട്. അതേപോലെ മേടമാസത്തിൽ സംക്രമിക്കുമ്പം ഒരു മേടൻ രാശിയുടെ ആരംഭത്തിൽ മേടൻ രാശിയിൽ സൂര്യൻ ഉച്ചനാകുന്ന രാശി എന്നുള്ളതിൻ്റെ ഒരു ഫലമാണ് അവിടെ സൂര്യൻ്റെ സംക്രമം കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത്. അതൊരു നമുക്കൊരു എന്താണ്, വിളവെടുപ്പിന്റെ കാലം, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിളവെടുപ്പിന്റെ കാലം, അതിൻ്റെ ഒരു ആഘോഷമായിട്ട് കണക്കാക്കുന്നു. അല്ലാതെ ഒരു നക്ഷത്രങ്ങൾക്കും ഗുണം, ഒരു നക്ഷത്രങ്ങൾക്കും ദോഷം എന്നുള്ളത് ചിന്തിക്കുകയേ ചെയ്യരുത്. ഏറ്റവും തെറ്റായ പ്രവചനങ്ങളാണ് അവയെല്ലാം. അത് ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വിഷുഫലത്തിൻ്റെ പോസ്റ്റ് ഞാൻ ഇന്ന് ഇവിടെ ഇടുന്നത്.